ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ സിംഗപ്പൂർ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ FII വാങ്ങിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള 2 സ്റ്റോക്കുകളെ കുറിച്ചാണ്. എന്തുകൊണ്ട് സിംഗപ്പൂർ FII വാങ്ങിക്കുന്ന സ്റ്റോക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ വളരെ നല്ല രീതിയിൽ നമ്മളൊരു കേസ് സ്റ്റഡി പോലെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഉടൻ തന്നെ കാണാൻ വേണ്ടി നോക്കുക. ഞാനതിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ഇറ്റ്. അതിനുശേഷം ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു ഏകദേശം 10ൽ കൂടുതൽ സ്റ്റോക്കുകൾ നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഈ പറഞ്ഞിട്ടുള്ള വലിയ FII വാങ്ങിച്ചിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളിലും അവർക്ക് 100% വിന്നിംഗ് റേറ്റ് ആണ് വന്നിട്ടുള്ളത്. സക്സസ് റേഷ്യോ അവർക്ക് വന്നിട്ടുള്ളത് 100% ആണ്. അപ്പോൾ അവർ വാങ്ങിക്കുന്ന എല്ലാ സ്റ്റോക്കുകളും പിൽക്കാലത്ത് ഒരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു റിട്ടേൺ തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും. ഇപ്പോൾ അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ പറയുമോ എന്ന്. ആ വീഡിയോയിൽ തന്നെ ഞാനും പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 സ്റ്റോക്കുകൾ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ സമയത്തൊക്കെ വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ കിട്ടിയാൽ നമുക്ക് കാര്യമാണല്ലോ. കാരണം അതിലാണ് ഇനി ഒരു ബിൽഡപ്പ് വരാൻ പോകുന്നത്. സോ അത്തരത്തിലുള്ള 2 നല്ല സ്റ്റോക്കുകൾ, നല്ല വാല്യുവേഷനിലുള്ള 2 സ്റ്റോക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ചാർട്ട് ആൻഡ് അതർ സ്റ്റോക്ക് ഡീറ്റെയിൽസ്. സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. യു ക്യാൻ സീ ഹിയർ ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് കാണാം. ആ ഡാഷ്ബോർഡിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സെപ്റ്റംബർ 24 എന്ന് പറഞ്ഞിട്ടുള്ള ക്വാർട്ടറിൽ ന്യൂ എന്ന് പറയുന്നുണ്ട്. ന്യൂ എന്ന് പറയുന്നത് പുതിയ പൊസിഷൻ എടുത്തിട്ടുള്ളതാണ്. ക്വാണ്ടിറ്റി ഹെൽഡ് ചെയ്തിട്ടുള്ളത് 5,47,57,467 സ്റ്റോക്സ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1,200 കോടി. അതായത് സിംഗപ്പൂർ ഗവൺമെൻറ് 1,200 കോടി രൂപ ചെലവഴിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ് സെപ്റ്റംബർ മാസത്തിൽ അശോക് ലെയ്ലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റോക്ക് കാസ്ട്രോൾ ഇന്ത്യയാണ്. അതിന് 328 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഏകദേശം 1,73,11,409 ഷെയർസാണ് സിംഗപ്പൂർ FII ഈ ഒരു സ്റ്റോക്കിൽ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ആ 2 സ്റ്റോക്കുകൾ എന്തുകൊണ്ട് അവർ വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ വാല്യുവേഷൻ, മറ്റ് ഏരിയകളും പ്രധാനപ്പെട്ട ഏരിയകളും അവർ വാങ്ങിച്ചിട്ടുള്ള പ്രൈസും അല്ലെങ്കിൽ ഇനി ഒരു മൊമെൻറ്റം കിട്ടാൻ പോകുന്ന പ്രൈസ് ലെവൽസൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ്. നമുക്കറിയാം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഓരോ സ്റ്റോക്കിൻ്റെയും മുൻപ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ മറ്റ് വീഡിയോകളൊക്കെ പോയി കാണുക. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 4 സെഗ്മെൻറ്റ്സ് ആണ് ഓരോ സ്റ്റോക്കിൻ്റെ കേസിലും കവർ ചെയ്യാറുള്ളത്. ഒന്നാമത്തത് ചാർട്ട് ഇൻസൈറ്റ്സ്, രണ്ടാമത്തത് വാല്യുവേഷൻ അനാലിസിസ്, മൂന്നാമത്തത് ലിക്വിഡിറ്റി ലെൻസ്, അതായത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ്. അതിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക്, ലിക്വിഡിറ്റി, അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒക്കെ കാണാൻ പറ്റും. SMC ഇൻഡിക്കേറ്ററാണ്. നാലാമത്തത് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ FII ആൻഡ് DII ആക്ടിവിറ്റീസ്. സോ നമുക്ക് അത്തരത്തിൽ 4 സെഗ്മെൻറ്റിലൂടെ ഓരോ സ്റ്റോക്കിൻ്റെ കേസിലും പോവുക. വീഡിയോ കുറച്ച് നീളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷേ മാക്സിമം ഞാൻ ഫാസ്റ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. എങ്കിലും മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പ് മീ ടു ഹെൽപ്പ് യു. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് നല്ല നല്ല സ്റ്റോക്കുകൾ നമുക്ക് അടിപൊളിയായിട്ട് വാല്യുവേഷൻ അനാലിസിസും മറ്റുമൊക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എനിക്കുണ്ടാവും. സോ പ്ലീസ് ഹെൽപ്പ് മീ ഇൻ ദാറ്റ് കേസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ചാർട്ട് ഓഫ് ദി അശോക് ലെയ്ലാൻഡ് സ്റ്റോക്ക്. അപ്പോൾ അശോക് ലെയ്ലാൻഡിൻ്റെ സ്റ്റോക്കിൽ ഞാൻ മുൻപ് വരച്ച് വെച്ചിട്ടുള്ള കുറച്ച് മാർക്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തേത് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് യു ക്യാൻ സീ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ കാണാൻ പറ്റും. സീ ഹിയർ, ഇങ്ങനൊരു ട്രെൻഡ് ലൈന്. ഇത് നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരു ട്രെൻഡ് ലൈനാണ്. പക്ഷേ ദിസ് ഈസ് ആൻ ഇൻടാക്ട് ട്രെൻഡ് ലൈൻ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഫോം ചെയ്തിട്ടുള്ളത് ഏകദേശം 2010 മുതലാണ്. 2010 മുതൽ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ ഇപ്പോൾ കിടക്കുന്നത് 2024 എന്ന് പറഞ്ഞിട്ടുള്ള ഇയർ ആണല്ലോ. ഏകദേശം 14 വർഷത്തെ ബ്രേക്ക് ഔട്ടാണ് ഈ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. കാരണം മൾട്ടി ഇയർ എന്ന് പറയുമ്പോൾ 15ഉം 16ഉം 20ഒക്കെ കൊല്ലത്തിന് ശേഷം വരുന്ന ഒരു ബ്രേക്ക് ഔട്ടിൽ നിന്ന് മിനിമം 100% റിട്ടേൺ ആണ് നമ്മൾ ഹിസ്റ്റോറിക്കലി കണ്ടിട്ടുള്ളത് പല സ്റ്റോക്കിൻ്റെ കേസിലും. സോ മേ ബി അതൊരു റീസൺ ആയിരിക്കാം. ഇത്തരത്തിലൊരു ട്രെൻഡ് ലൈന് FII ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടീമിന് ആർക്കെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മേ ബി എ റീസൺ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇത് ഒരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ആണ് സാധ്യത വരാനുള്ളത്. സോ അതൊരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത കൺഫർമേഷൻ എന്ന് പറയുന്നത് ലെറ്റ്സ് സി. ഞാനിത് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ നമ്മൾ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. അതായത് ലോയിൽ നിന്ന്
റീസെൻറ്റ് സിങ് ഹൈയിലേക്ക് വരച്ചപ്പോൾ നമുക്കറിയാം എപ്പോഴും നല്ല റിവേഴ്സൽ പോയിൻ്റാണ് ഈ 0.382 എന്ന് പറയുന്ന ഏരിയ, അല്ലെങ്കിൽ 0.618 എന്ന് പറയുന്ന ഏരിയകളൊക്കെ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഏരിയയിൽ നിന്ന് ചെറിയൊരു റീട്രേസ്മെൻറ്റ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ കൂടി വരക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ മറികടന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. അതിൽ കൂടെ തന്നെ നമുക്ക് EMA അനാലിസിസ് കൂടി ഒന്ന് നോക്കാം. EMA എന്ന് പറയുമ്പോൾ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്, അത് 20 ഉണ്ട്, 50 ഉണ്ട്, 100, 200 ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് നോക്കുകയാണ്. കാരണം ഇത് എല്ലാ EMAയും ഓരോ സമയത്തും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം മുൻപ് ബ്രേക്ക് ഔട്ട് വന്നിട്ടുള്ള സമയത്ത് നോക്കുക, ഇവിടെയാണല്ലോ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് എല്ലാ EMAയും ഒരേ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അതായത് കോൺഫ്ലുവൻസിങ് ഏരിയ എന്ന് പറയും. EMAൻ്റെ കേസിൽ വാല്യൂ ഓഫ് കോൺഫ്ലുവൻസ് ഓർ ഏരിയ ഓഫ് വാല്യൂ എന്നൊക്കെ പറയും. എല്ലാ പോയിന്റുകളും സംഗമിക്കുന്ന ഒരു സ്ഥലം. ഈ കേസിൽ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് 0.5 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 200 EMA വന്നിട്ടുണ്ട്. 20 EMA വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു കോൺഫ്ലുവൻസിങ് ഏരിയ കൂടിയാണത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ട്രെൻഡ് ലൈൻ കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നൗ നമുക്ക് പോകാനുള്ളത് നൈസ് ട്രേഡിൻ്റെ ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസിലേക്കാണ്. ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസിൽ നോക്കുമ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല സെല്ലേഴ്സ് ഉള്ള സെല്ലിംഗ് പ്രഷർ ഉള്ള ഏരിയയിൽ നിന്നായിരിക്കും, അതായത് സെല്ലിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ നിന്ന് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ യു ക്യാൻ സി പ്രീവിയസ്ലി വേറെ എവിടെയും ഒരു സെല്ലിംഗ് പ്രഷർ നമ്മൾ കണ്ടിട്ടില്ല. സെല്ലിംഗ് പ്രഷർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് റെഡ് സോൺ, അല്ലെങ്കിൽ റെഡ് ആയിട്ടുള്ള സോണിൽ, റെഡ് കളറുള്ള സോണിൽ 0% റേഷ്യോനേക്കാൾ കൂടുതൽ എന്ത് റേഷ്യോ വന്നു കഴിഞ്ഞാലും അതൊരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ സെല്ലിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയും, ഗ്രീൻ സോണിൽ 0%നേക്കാൾ കൂടുതൽ വരുന്ന എന്ത് റേഷ്യോ ഉണ്ടെങ്കിലും അതൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണെന്നാണ് പറയുക ഈ ഒരു ടൂൾ പ്രകാരം. അപ്പോൾ നമുക്കറിയാം പ്രീവിയസ്ലി ഈ ഒരു ഏരിയയിലായിരുന്നു സെല്ലിംഗ് പ്രഷർ ഉള്ളത്, അല്ലെങ്കിൽ സെല്ലിംഗ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പം നല്ല സെല്ലേഴ്സ് ഉണ്ടാകുന്നിടത്ത് നിന്നല്ലേ നമുക്ക് നല്ല ബൈയിങ് വരുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലേഴ്സ് ഉള്ളിടത്തുനിന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് വരാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ ഈ ഒക്കെ ഏരിയയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് വന്നു. ഈ ഏരിയയിൽ നല്ല തരത്തിലുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ ആയിരിക്കും ഒരുപാട് സ്റ്റോപ്പ് ലോസുകൾ വെച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ റീറ്റെയിലേഴ്സൊക്കെ ഈ പോയിൻ്റിൽ നിന്ന് നല്ല രീതിയിൽ വാങ്ങിക്കും. അപ്പോൾ അവിടുന്ന് ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണ് ചെയ്യുക റീറ്റെയിലേഴ്സ്. അപ്പം അതിനെ ഹണ്ട് ചെയ്യുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും അവിടെ കഴിഞ്ഞു. ഇവിടുത്തെ ലിക്വിഡിറ്റി, ഇവിടെയാണ് ഏറ്റവും നല്ല ലിക്വിഡിറ്റി പോയിന്റ് ഉള്ളത്. ലിക്വിഡിറ്റി ഹണ്ട് എന്ന് പറയും. ആ ലിക്വിഡിറ്റി ഹണ്ടും എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പോയിന്റുകൾ മനസ്സിലാവുന്നില്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ച് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് വേണമെന്ന് പറഞ്ഞിട്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരാൾ എന്നോട് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റി മാത്രം എക്സ്ക്ലൂസീവ്ലി കുറച്ച് വീഡിയോ ചെയ്യണമെന്ന്. അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിൽ ഒരു പുതിയ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്, നൈസ് ട്രേഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയുന്നതാണ്. അതിപ്പം സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ടും ലോങ് ടൈം ട്രേഡിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലിങ്, ഓപ്ഷൻ ബൈയിങ്, അതുപോലെ ഫോറക്സ്, ക്രിപ്റ്റോ, എല്ലാത്തിലും ഈ ഒരു ഇൻഡിക്കേറ്റർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അനലൈസ് ചെയ്തിട്ടൊരു വലിയൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അത് കണ്ടിട്ട് കറക്റ്റായിട്ട് കണ്ടിട്ട് മനസ്സിലായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സോ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ടായിരുന്നു. അത് സ്വീപ്പ് ചെയ്തിട്ട് ഇപ്പം തിരിച്ചങ്ങോട്ട് കയറുന്ന ഏരിയയാണ്. അപ്പം നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ EMAയിലെ ഏരിയ ഓഫ് കോൺഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ സെല്ലിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇത്രയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ആസ് ഐ ടോൾഡ് യു, ഫിബൊനാച്ചിയുടെ റീട്രേസ്മെൻറ്റ് ഏരിയ. അപ്പം പൊതുവിൽ ഫിബൊനാച്ചിയുടെ ഇത്തരം റീട്രേസ്മെൻറ്റ് ഏരിയയിൽ നിന്ന് വരുന്ന റീട്രേസ്മെൻറ്റ് പോകുന്നത് ഏകദേശം 1.382 വരെയാണ്, ഒരു ഗേറ്റ് വേ വരെ. അങ്ങനെ പോവുകയാണെങ്കിൽ ഇറ്റ്സ് 41% റിട്ടേൺ. അത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഏകദേശം 1.6182 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയനെ പറയുന്നത് ഗേറ്റ് വേ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗേറ്റ് വേ കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 2.618 ആണ്. പൊതുവേ ഈ വലിയ ബ്രേക്ക് ഔട്ടുകളൊക്കെ, അല്ലെങ്കിൽ മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടുകളൊക്കെ ഈ 2.618 വരെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ്സ് 100%. മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടുകളൊക്കെ എപ്പോഴും ഒരു 100% കൊടുത്തിട്ടുള്ള ചരിത്രമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾ വീഡിയോസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വായിക്കുക. അപ്പോൾ അതാണ് അശോക് ലെയ്ലാൻഡിൻ്റെ ചാർട്ട് അനാലിസിസും, അതുപോലെ തന്നെ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസും. അടുത്തത് വാലുവേഷനിലേക്ക് പോവാം. വാലുവേഷനിലേക്ക് പോകുന്ന സമയത്ത് വി ക്യാൻ സി അശോക് ലെയ്ലാൻഡിൻ്റെ 5 ഇയർ വാലുവേഷൻ ചാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഏറ്റവും നല്ല വാലുവേഷൻ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു ഫെബ്രുവരി
2022 എന്ന് പറയുന്നത് 2024. അതിനുശേഷം വന്നിട്ടുള്ള നല്ല വാല്യുവേഷൻ എന്ന് പറയുന്നത് ജൂലൈ 4-നായിരുന്നു. ജൂലൈ 4. ആ ജൂലൈ 4-നുള്ള വാല്യുവേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജൂലൈ 4-ൻ്റെ ഒരു ഏരിയ നോക്കാം. സോറി, ജൂലൈ, ഏപ്രിൽ 24, ജൂൺ, ജൂലൈ. യെസ്. ഇപ്പോൾ ജൂലൈ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ഏരിയ കണ്ടില്ലേ? ഇവിടുന്നാണ് ഏറ്റവും നല്ല വാല്യുവേഷൻ മുമ്പ് ഉണ്ടായിരുന്നത്. സോ അതിന് ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഏകദേശം 18% റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു റിട്ടേൺ ഇവിടുന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 18% നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പോയിന്റ് ചിലപ്പം ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാതെ തന്നെ ഇവിടെ ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ 1 എന്നുള്ള ഏരിയയിലേക്ക് അങ്ങനെ വന്നിട്ടും ഇൻ കേസ് ഈ 1 കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു 329, 304 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയകളുണ്ട്. അതായത് ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ഏരിയകൾ. അപ്പോൾ അത് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു കേസ് നടക്കുന്നത്. അപ്പോൾ ഈ വാല്യുവേഷൻ കേസ് നോക്കുകയാണെങ്കിലും മുൻപ് ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്ന അതേ വാല്യുവേഷനിലാണ് ഇപ്പോൾ നമുക്ക് ആ മീൻസ് ഈ സ്റ്റോക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പം മെയിനായിട്ട് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്നത് അനാലിസ്റ്റ് ഇതാണ്. അനാലിസ്റ്റിൻ്റെ പ്രൈസ് ടാർഗറ്റ് 251 അനാലിസ്റ്റുകൾ പറയുന്ന പ്രൈസ് ടാർഗറ്റ്. 38 അനാലിസ്റ്റുകൾ ഇതിനെ റേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഹ്യൂജ് ആക്ച്വലി. 38 അനാലിസ്റ്റുകൾ റേറ്റ് ചെയ്തതിൽ യു ക്യാൻ സി 19 അനാലിസ്റ്റുകൾ പറയുന്നത് സ്ട്രോങ് ബൈ ആണ്. 10 അനാലിസ്റ്റുകൾ പറയുന്നത് ബൈ എന്നുള്ള റേറ്റിംഗ് ആണ്. 2 അനാലിസ്റ്റുകൾ ഹോൾഡ് ചെയ്യാൻ പറയുന്നു. 3 അനാലിസ്റ്റുകൾ സെല് ചെയ്യാൻ പറയുന്നു. മറ്റൊരു 3 അനാലിസ്റ്റുകൾ സ്ട്രോങ്ലി സെല് ചെയ്യാൻ പറയുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ആഗ്രിഗേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ 29 പേര് ഇത് ബൈ ചെയ്യാനാണ് പറയുന്നത്. 37 അനലിസ്റ്റുകളിലും 29 അനലിസ്റ്റുകളും അശോക് ലൈലൻഡ് ബൈ ചെയ്യാൻ പറയുന്നുണ്ട്. ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ വി നോ ദാറ്റ് ദി FII DII തിങ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും FII DII ഡാറ്റ. ഹിസ്റ്റോറിക്കൽ ഹോൾഡിംഗ് ഓഫ് FII ജൂണിൽ 2024 22% സെപ്റ്റംബർ ക്വാർട്ടർ ആയപ്പോഴേക്ക് 24% FII കൂട്ടി. പക്ഷേ DIIസിൻ്റെ ഹോൾഡിങ്സ് അവർ കുറക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DIIs വിൽക്കുന്ന സമയത്ത് ഈ സ്റ്റോക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് FIIs ആണ്. അപ്പോൾ FIIs ഈ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണെന്നുള്ളതിൻ്റെ മറ്റൊരു പ്രൂഫ് കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള FII ഇൻവെസ്റ്റർ ആയിട്ടുള്ള സിംഗപ്പൂർ ഗവൺമെൻറ് ഈ സ്റ്റോക്ക് വാങ്ങിച്ചു എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ റിഗാർഡിംഗ് ദി അശോക് ലൈലൻഡ് സ്റ്റോക്ക്. അടുത്തത് നമുക്ക് കാസ്ട്രോൾ ഇന്ത്യനെ കുറിച്ച് നോക്കാം. കാസ്ട്രോൾ ഇന്ത്യൻ്റെ കേസിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൈൻഡിങ് ഉണ്ട്. യു ക്യാൻ സി, ഇത് ഞാൻ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സി, ഒരു ഇൻക്രീസിങ് ചാനലാണ് കാസ്ട്രോൾ ഇന്ത്യൻ്റെ കേസിൽ വരുന്നത്. ഈ ഇൻക്രീസിങ് ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സി, ഇൻക്രീസിങ് ചാനലുകൾ എപ്പോഴും നല്ല തരത്തിലുള്ള റിട്ടേൺ തരാൻ സാധ്യതയുള്ള ചാനലുകളാണ്. യു സി, ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. ഇതങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, അത് ഓരോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്തോറും റിട്ടേൺ പെർസെൻറ്റേജ് കൂടുകയും ചെയ്യും. റിസ്ക് റിവാർഡ് റേറ്റും കൂടും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിനെ നമ്മൾ ഇവിടെ ഒരു എന്താ പറയുക സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ തന്നെ റിസ്ക് റിവാർഡ് നോക്കാൻ ഇവിടെ 4.42 എന്നുള്ളതാണ്. അതായത് ₹1 നിങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ₹4 കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വണ്ടർഫുൾ പാറ്റേൺ ആണ്. വളരെ റെയർ ആയിട്ട് മാത്രം കാണുന്ന ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ ഇത്തരം പാറ്റേണിൽ കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് എടുക്കാറുണ്ട് പലരും. അതുപോലെ തന്നെയാണ് നമ്മളുടെ FII എന്ന് പറഞ്ഞിട്ടുള്ള സിംഗപ്പൂർ ഗവൺമെൻറ്റും എടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു പാറ്റേണിൽ ഇവിടെ വന്ന സമയത്ത് സി, ഇതിൻ്റെ ടോപ്പ് വരെ ഏകദേശം 65% ഇൻ എ സ്പാൻ ഓഫ് 100 ഡേയ്സ്. വീണ്ടും ഇവിടെ ടച്ച് ചെയ്തു 66% ഇൻ എ സ്പാൻ ഓഫ് 56 ഡേയ്സ്. വീണ്ടും അതേ ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ എക്സ്പെക്ട് ഇതുവരെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 83% ഇൻ എ സ്പാൻ ഓഫ് 2-3-4 മന്ത്സ്. ഓക്കെ, ഇഫ് എവറിത്തിങ് ഗോസ് വെൽ. സോ അതാണ് ചാർട്ടിൽ കാണുന്നത്. ചാർട്ടിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണുള്ളത്. ഇതിന് ഇൻക്രീസിങ് വെഡ്ജ് എന്നോ ഇൻക്രീസിങ് ചാനൽ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നൈസ് ട്രേഡിൻ്റെ ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കാം.
ഇവിടുത്തെ ഒരു ഏരിയയിൽ നമുക്ക് ഇനിയുള്ളത് ഈ ഒരു ഏരിയയിലാണ് സെല്ലിംഗ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ മേ ബി ഈ ഒരു ഏരിയ വരെ ഇത് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ വരെ 144 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ വരെ, അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ ഉണ്ടായതായിട്ട് കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഉള്ള സപ്പോർട്ടിൽ തന്നെ. അപ്പോൾ ഇവിടെ ഈ ഒരു 185 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 143 എന്ന് പറഞ്ഞിട്ടുള്ള റേറ്റിൽ നിന്ന് എങ്ങനെയായാലും ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വാല്യുവേഷൻ അനാലിസിസ് കൂടെ നോക്കാം ആ ഒരു സ്റ്റോക്കിൻ്റെ കേസിൽ. വാല്യുവേഷൻ അനാലിസിസ് പറയുന്നത്, ദിസ് ഈസ് ആൾസോ എ ബ്യൂട്ടിഫുൾ തിങ്. മുൻപ് എവിടെ നിന്നൊക്കെയോ നമുക്ക് ആ ചാനലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ബൈ ഓൺ ഡിപ്പ് തന്നിട്ടുണ്ടോ അതേ വാല്യുവേഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. 40, 38 പോയിൻറ്റ്, അതേപോലെ 37 പോയിൻറ്റ്, ഇപ്പോൾ കിടക്കുന്നത് 38.3. അതായത് 40 എന്നുള്ള റേഞ്ചിലൊക്കെ വന്ന സമയത്ത് ഈ സ്റ്റോക്ക് എപ്പോഴും നമുക്ക് ഒരു ബൈ ഓൺ ഡിപ്പ് ഇത് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഇതിനൊരു റീട്രേസ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. ചെറിയ വിലൻ്റെ സ്റ്റോക്കാണ്. അതുപോലെ തന്നെ നല്ല പെർഫോമൻസും ഉള്ളൊരു സ്റ്റോക്കാണ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ ഡ്യൂറബിലിറ്റി സ്കോർ നോക്കുക. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള സ്റ്റോക്കാണ്. എപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കാണ്. അതുപോലെ തന്നെ അനാലിസ്റ്റ് ടാർഗറ്റ് കൂടി നോക്കുക. 234 അനാലിസ്റ്റ് പറയുന്ന ടാർഗറ്റ്. 1 ഇയർ ടാർഗറ്റ് എന്ന് പറയുന്നത് 24% ആണ്. 4 അനാലിസ്റ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. 4 അനാലിസ്റ്റുകളിൽ 2 അനാലിസ്റ്റുകൾ സ്ട്രോങ് ബൈ പറയുന്നുണ്ട്. മറ്റ് 2 അനാലിസ്റ്റുകൾ ഹോൾഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു അനാലിസ്റ്റ് സെൽ ചെയ്യാൻ കൂടെ പറയുന്നുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് നമുക്കറിയാം FII DII ഡാറ്റ. അപ്പം FII DII ഡാറ്റയിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ കേസിൽ FIIs സെൽ ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. സെൽ ചെയ്ത് ഒഴിവാക്കുക എന്ന് പറയാൻ പറ്റില്ല. FIIs സെൽ ചെയ്യുന്നില്ല, ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ജൂണിൽ 9.9 ഉള്ളത് ജൂലൈ ആകുമ്പം സെപ്റ്റംബർ ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സെൽ ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ DIIസിൻ്റെ കേസിലാണെങ്കിൽ 2.62 എന്ന് പറഞ്ഞത് പിന്നീട് അതേ ലെവലിൽ തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ DIIs അല്ലാതെ മ്യൂച്വൽ ഫണ്ട് പുതിയതായിട്ട് കഴിഞ്ഞ മാസം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞ മാസം വാങ്ങിയിട്ടുണ്ട് ഈ സ്റ്റോക്ക്. 100% ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം 1,75,600 ഷെയർസ് പുതുതായി വാങ്ങിച്ചിട്ടുണ്ട്. സാംകോ മൾട്ടി ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക്, മീൻസ് മ്യൂച്വൽ ഫണ്ട്. അതുപോലെ തന്നെ 2,90,000 ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട് DSP നിഫ്റ്റി സ്മോൾ ക്യാപ്പ്. 39,418 സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുള്ളത് ICICI പ്രൊഡൻഷ്യൽ. അപ്പോൾ ഇഷ്ടംപോലെ സ്റ്റോക്ക് 2024 ഒക്ടോബർ മാസം, കഴിഞ്ഞ മാസം ഈ ഒരു സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ട്സും വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ DII ആക്ടിവിറ്റിയും FII ആക്ടിവിറ്റിയും കാണുന്ന ഒരു സ്റ്റോക്കാണിപ്പോൾ ഈ പറയുന്ന കാസ്ട്രോൾ ഇന്ത്യ എന്ന് പറയുന്നത്. അത് കാണാൻ സാധ്യത ഒന്ന് നല്ല അട്രാക്റ്റീവ് വാല്യുവേഷനും അതുപോലെ തന്നെ സപ്പോർട്ട് ലെവലിൽ ആണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ വീഡിയോസ് ഇതുപോലത്തെ സ്റ്റോക്കുകളൊക്കെ ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള അനാലിസിസുകൾ എല്ലാം ഒന്ന് കണ്ടു നോക്കുക. എല്ലാ സ്റ്റോക്കുകളുടെ അനാലിസിസുകൾ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് അനലൈസ് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണമെന്ന് താല്പര്യമുള്ള സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ FII പോലെ DIIസിൻ്റെയും നമ്മളൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം DIIസും അത്യാവശ്യം നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീമാണ്. എയ്സ് ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കുന്ന സ്റ്റോക്കുകളുണ്ട്. പൊറിഞ്ചു വിളിയത്ത്, അതുപോലെ രാകേഷ് ജുഞ്ചുൻവാല അസോസിയേറ്റ്സ് ഒക്കെ പോലത്തെ, വിജയ് കേഡിയ ഒക്കെ പോലത്തെ ആളുകൾ, നല്ല മൾട്ടി ബാഗേഴ്സ് ഒക്കെ വാങ്ങുന്ന ആളുകളാണ്. അപ്പോൾ അവർ വാങ്ങിക്കുന്ന സ്റ്റോക്കുകളും നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. അതൊക്കെ നമുക്ക് എയ്സ് ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലേ ലിസ്റ്റിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ കണ്ടൻറ്റ് നമ്മുടെ പൈപ്പ് ലൈനിലുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 22 മിനിറ്റാണ് ഈ വീഡിയോ പോകുന്നതെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമാണ്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഈ ഒരു ചാനൽ ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്തതുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഈ ചാനലിലേക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് മൈൻഡ് സെറ്റോട് കൂടി വരുന്നത് കൊണ്ടോ, അത് ഞാൻ ഗ്യാരണ്ടി പറയാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സി യു, ബൈ.